रालको टायर्स प्रस्तुत करता है श्री कृष्ण ब्रेक के बाद കാർത്തിക് സുബ്ബരാജിൻ്റെ സൂര്യ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന റിട്രോ. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ പറയാൻ കാരണം, നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ പലർക്കും അറിയാം. അതായത് കംസന് ഒരു അശരീരി വിഴുങ്ങുന്നു, ദേവകിയുടെ പുത്രനാൽ കംസൻ വധിക്കപ്പെടും എന്നുള്ള ഒരു അശരീരി. അതിനാൽ ദേവകിക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്നു. അതിലെ 8ാമത്തെ പുത്രനെ ശ്രീകൃഷ്ണനെ രക്ഷിച്ച് വസുദേവർ ഗോകുലത്തിലെത്തിക്കുന്നു, അങ്ങ് നന്ദൻ്റെയും യശോദയുടെയും പക്കൽ. ഈ കഥ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാവുന്നതാണ്. ഈ റിട്രോ എന്ന് പറയുന്ന സിനിമയുടെ കഥയുടെ ഏറ്റവും കോർ എലമെൻ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഈ സിനിമ തുടങ്ങുന്നത് കാശിയിൽ വെച്ചിട്ട് ഉള്ള ഒരു സീക്വൻസിലാണ്. ഇപ്പോൾ കാശി എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിലെ കാശി, ഈ ഗോകുലം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം അവിടെ രാധയുണ്ട്. അപ്പോൾ ഇവിടെ രാധയും രുക്മിണിയും എല്ലാം കാർത്തിക് സുബ്ബരാജിൻ്റെ ലോകത്തേക്ക് എങ്ങനെ വരുന്നു, കാർത്തിക് സുബ്ബരാജിൻ്റെ ലോകത്തെ കൃഷ്ണനും രാധയും രുക്മിണിയും ഒക്കെ എങ്ങനെ, അല്ലെങ്കിൽ കംസൻ എങ്ങനെ, ഇതൊക്കെയാണ് സത്യത്തിൽ റിട്രോ. കാർത്തിക് സുബ്ബരാജ് ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറേ ഗ്യാങ്സ്റ്റേഴ്സ്, റൗഡീസ്, ഗൺസ്, പിന്നെ കത്തിക്കുത്ത്, വടവൾ കുത്ത്, ജാസ്, കുട്ടിപ്പാട്ട്, ഇതെല്ലാമാണ് നമ്മളുടെ കാർത്തിക് സുബ്ബരാജ് ലോകത്ത്. അപ്പം കാർത്തിക് സുബ്ബരാജിൻ്റെ ലോകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യരെന്നോ ദേവഗണങ്ങളെന്നോ ഒന്നുമില്ല, എല്ലാം അസുരഗണങ്ങൾ തന്നെ. ഈ ചിത്രത്തിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലവ് എലമെൻറ്റ് പ്ലസ് ഈ ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റോറി കണക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ ഈ ഒരു കഥയാണ് കാർത്തിക് സുബ്ബരാജ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഫ്രം ദ ടൈറ്റിൽ കാർഡ് സിനിമ എൻഗേജിങ് ആണ്. അതായത് ലിയോ തുടങ്ങി വെച്ച ഒരു ടൈറ്റിൽ കാർഡ് പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടി ഇതിലേക്കും വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു ഇംപ്രവൈസേഷൻ, എനിക്ക് തോന്നുന്നു ഒരു അനിമെ കൈൻഡ് ഓഫ് സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാർഷൽ ആർട്സ് ആണ്. സിനിമ ത്രൂ ഔട്ട് ആക്ഷൻ സീക്വൻസുകളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകൾ ഒന്നെന്ന് പറയുന്നത്. അതെല്ലാം കംപ്ലീറ്റ് മാർഷൽ ആർട്സ് ആണ്. സൂര്യ എന്ന് പറയുന്ന ആക്ടർ, പുള്ളി അതിനോട് ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്, എനിക്ക് തോന്നുന്നു പുള്ളി കേരളത്തിലൊക്കെ വന്ന് കളരിപ്പയറ്റ് വരെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്, ആ ഓൾറെഡി വൈറലായിട്ടുള്ള ഒരു സോങ് ഉണ്ടല്ലോ, ആ ഒരു മാരേജ് ഫംഗ്ഷൻ ചിത്രീകരിച്ചിരിക്കുന്ന അതൊരു വൺ ഷോട്ട് സീക്വൻസ് ആയിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അതായത് ഏകദേശം ഒരു 15 to 20 minutes സംതിങ് കണ്ട ആ സീക്വൻസ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നത്. പെർഫെക്റ്റ്ലി കൊറിയോഗ്രാഫ്ഡ് ഒരു സീക്വൻസ് ആണ്. പിന്നെ ഇതിലെ നായകൻ സൂര്യയുടെ ഈ ഒരു ചെറുപ്പകാലം തൊട്ടാണ് തുടങ്ങുന്നത്. ചെറുപ്പകാലത്തെ ഒരു ട്രോമ കൊണ്ട് തന്നെ ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ചിരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു സംഭവം സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ചിരി എന്ന് പറയുന്ന കണക്ഷനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ജയറാമിന്റെ കഥാപാത്രം ഈ സിനിമയിലേക്ക് വരുന്നത്. ആ കഥാപാത്രം എന്ന് പറയുന്നത് അതിന്റെ ടേക്ക് ഓഫ് ഭയങ്കര രസകരമായിരുന്നു. പക്ഷേ ആ ഒരു തുടക്കത്തിൽ കാണിച്ച ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടേക്ക് ഓഫ് പടത്തിന്റെ അവസാനം വരെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഒരു കോമിക് റിലീഫ് പോലെയാണ് പുള്ളിയുടെ കഥാപാത്രം ഇതിനകത്തിൽ എത്തുന്നത്. അതിനേക്കാൾ വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള, അതിനേക്കാൾ സ്ക്രീൻ സ്പേസും പ്രസൻസും ത്രൂ ഔട്ട് ഉള്ള ഒരു കഥാപാത്രമാണ് എനിക്ക് തോന്നിയത് ജോജുവിൻ്റേത്. പുള്ളിയുടെ തമിഴ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കഠിനമാക്കിയിരുന്നെങ്കിൽ ബാക്കിയെല്ലാം പുള്ളി ഗംഭീരമായിരുന്നു. പുള്ളിയിൽ നിന്ന് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് പുള്ളി അത് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ മലയാളി പ്രസൻസ് ആണ് എടുത്തു പറയുന്നത്. ജോജു, ജയറാം, സുജിത് ശങ്കർ, രമ്യ സുരേഷ് എന്ന് പറയുന്ന ഇവർക്കെല്ലാം സത്യത്തിൽ സ്ക്രീനിൽ രജിസ്റ്റർ ആകുന്ന രീതിയിൽ നല്ല സ്ക്രീൻ പ്രസൻസ് വരുന്ന രീതിയിലുള്ള നല്ല ക്യാരക്ടറുകളാണ് ഇവർക്കെല്ലാം തന്നെ കിട്ടിയത്. അതിനകത്ത് ട്രോളേണ്ട കാര്യമൊന്നും ജയറാമിൻ്റെ ആ ഒരു ക്യാരക്ടറിൽ കാണിച്ചിട്ടില്ല. സ്ക്രിപ്റ്റിംഗ് വൈസ് ഈ ഒരു ക്യാരക്ടറിന് അധികമൊന്നും ഈ സിനിമയിൽ ചെയ്യാനില്ലാതെ പോയി. പലപ്പോഴും ഒരു നോക്കുകുത്തിയ കണക്കിന് നിന്നുപോയി എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ആ ക്യാരക്ടറിൽ. പുള്ളി ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ട്രോൾ എലമെന്റ് സാധനമാണെന്ന് തോന്നത്തേയില്ല. അങ്ങനെ ഒരു തോന്നലിൻ്റെ ആവശ്യവും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 168 മിനിറ്റ് സംതിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. ബ്ലാക്ക് ഐലൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ദ്വീപിലേക്ക് പോകുന്നിടത്ത് തൊട്ട് ഈ സിനിമയ്ക്ക് ഒരു ചെറിയ ലാഗ് ഫീലിംഗ് വരുന്നുണ്ട്. പ്ലസ് ഈ ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഈ പറയുന്ന കുറേ റൗഡികളുടെ ഇടയ്ക്ക് ആ ഒരു ജിഗർദണ്ഡ ലൈൻ, ഒരു റൗഡി പ്ലസ് കോമഡി ലൈനും കുറച്ച് കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ഈ പറയുന്ന പൂജ ഹെഗ്ഡെയുടെ കഥാപാത്രം നമ്മുടെ രുക്മിണി, ഒരു സൈഡിൽ ഇങ്ങനെ തോക്ക്, അടി, വെട്ട്, കുത്തെന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ രുക്മിണി വരുമ്പോൾ റുക്കു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പാരി എന്ന് പറയുന്ന സൂര്യയുടെ കഥാപാത്രം പോകുന്നിടത്ത് ഒരു ചെറിയ ഡ്രാഗിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് ഉണ്ടായി. ആ പടത്തിൻ്റെ ആ ഒരു ടെമ്പോ എവിടെയോ ഒന്ന് കുറഞ്ഞു പോകുന്നതായിട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ ഏകദേശം അവസാനത്തിലൊക്കെ അങ്ങനെ ഒരു തോന്നൽ തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ബിഫോർ സെക്കൻഡ് ഹാഫ് ആണെന്ന് തോന്നുന്നു വില്ലൻ്റെ എൻട്രി, ദ
മെയിൻ വില്ലൻ. അപ്പോൾ ഒരു ലേറ്റ് എൻട്രിയാണ്, അതായത് റിയൽ കംസൻ, അതായത് ഒരു റിട്ടയർഡ് കംസനും കംസൻ്റെ മകൻ ജൂനിയർ കംസനുമാണ് ഏറ്റവും ലേറ്റായിട്ട് എൻ്റർ ആവുന്ന വില്ലന്മാർ. കൾട്ട് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഗ്ലാഡിയേറ്ററിലൊക്കെ കാണുന്നതിൻ്റെയൊക്കെ ഒരു വളരെ മിനി വെർഷൻ പോലെയുള്ള ഒരു കോമ്പാക്ട്, ഒരു ഗ്ലാഡിയേറ്റർ കോമ്പാക്റ്റൊക്കെ പോലെ കുറേ അടിമകളും ഇവരുമൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ്. അപ്പോൾ അവിടേക്ക് ഒരു രക്ഷകൻ മോഡലിലേക്ക് നമ്മളുടെ പാരി എന്ന് പറയുന്ന കഥാപാത്രം മാറുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൃഷ്ണൻ്റെ കഥ ഏകദേശം ഒരു സർക്കിൾ പോലെ വന്ന് എത്തുന്നത് ഈ ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ്. ചിലപ്പോൾ ഒരുപക്ഷെ മലയാളികൾക്ക് ഈ ഒരു സീക്വൻസ് കാണുമ്പോൾ പഴയ മോഹൻലാലിൻ്റെ യോധയൊക്കെ ഓർമ്മ വന്നാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമായിരിക്കാം. പിന്നെ സിനിമയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സ്ലേവ്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ജിഗർദണ്ഡ 2 ആ ഒരു എലമെൻറ്റ് ഇതിനകത്തിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സ്ലേവ്സ്, അവരുടെ ഒരു റിഡംഷൻ, അവരുടെ ഒരു രക്ഷകനായിട്ട് എത്തുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു രീതിയിലൊക്കെ വന്നിട്ട് ആ ഒരു അവതാര ഉദ്ദേശം പോലെ കാര്യങ്ങളിലേക്ക് ഈ സിനിമ കടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സിനിമ തീരുന്നത്. സിനിമ സത്യത്തിൽ എവിടെ നിന്നൊക്കെയോ തുടങ്ങി എവിടെ നിന്നൊക്കെയോട്ടോ ആണ് സിനിമ പോകുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ ആ ഒരു കൃഷ്ണൻ്റെ ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സ്റ്റോറി ഇങ്ങനെ തന്നെയാണ് വരേണ്ടത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ ഒരു ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കാർത്തിക് സുബ്രാജിൻ്റെ എവിടെ വെച്ചോ കയ്യിൽ നിന്നൊക്കെ ചില സാധനങ്ങൾ പോയി എന്ന് തോന്നുന്നിടത്തുനിന്ന് വീണ്ടും കാർത്തിക് സുബ്രാജ് അയാളുടെ ഒരു ഡയറക്ഷൻ മികവ് കൊണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഇത് തിരിച്ചു പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും അവസാനം ഭയങ്കര ഐറണിക്കലി തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഒരു തമാശ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു തമാശ പറയുന്നത് പോലെ ആണ് ഈ സിനിമയിലെ കാര്യങ്ങൾ മൊത്തത്തിലെന്ന് തോന്നിപ്പോയി. അതായത് ചിലതൊന്നും അങ്ങോട്ട് ഏറ്റില്ല, ചിലതൊക്കെ മഞ്ഞത്ത് വെച്ചിട്ട് പടക്കം പൊട്ടിയില്ല എന്നുള്ള രീതിയിലാണ് സിനിമ ത്രൂഔട്ട് തോന്നിയത്. എനിക്ക് സിനിമ ഒരു ഓക്കെ സിനിമയായിട്ടാണ് തോന്നിയത്. കാർത്തിക് സുബ്ബരാജിൻ്റെ ജിഗർദണ്ഡ 2 കണ്ടപ്പോൾ കിട്ടിയ അത്രയും ഉള്ള ഒരു അയാൾ അതിനകത്തിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ പൊളിറ്റിക്സ് ഭയങ്കര ഷാർപ്പായിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കിക്കോ ആ ഒരു ഇമ്പാക്റ്റോ പല കാര്യങ്ങളിലേക്കും വരുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ. പക്ഷേ പ്ലസ് എന്ന് പറയുന്നത് സൂര്യ, പുള്ളിയുടെ ഡെഡിക്കേഷൻ, പുള്ളിയുടെ ആക്ഷൻ സീക്വൻസസ്, പുള്ളിയുടെ ലുക്ക്, പുള്ളിയുടെ സ്ലോ മോഷൻസ്, ഇതൊക്കെ എന്ന് പറയുന്നത് വേറെ ലെവൽ. നമ്മൾ സൂര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് അത് പുള്ളി ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലസ് എന്ന് പറയുന്നത് ഇതിൻ്റെ BGM, ഇതിൻ്റെ ആക്ഷൻ സീക്വൻസസ്. ഇതിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു 2-3 ഫ്രെയിംസ് ഉണ്ടായിരുന്നു. അതായത് രണ്ട് തവണ ഈ ട്രെയിൻ വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ രാത്രിയിൽ ഒരു ജീപ്പ് പോകുമ്പോഴൊക്കെ, അതായത് ഒരു സ്ക്രീനിനെ ബൈസെക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ ഒരു ഫ്രെയിംസ് വന്നത്. എന്തുകൊണ്ടും തിയേറ്റർ വാച്ച് തന്നെയാണ് ചിത്രം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിത്രം വന്നിട്ടുണ്ട്. സൂര്യ ടോപ്പാണ് സിനിമയിൽ. കാർത്തിക് സുബ്ബരാജിൻ്റെ സൈഡിൽ നിന്നും ചെറിയ ചില പോരായ്മകൾ ഉണ്ടായെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു 1 ടൈം വാച്ച് എൻ്റർടൈനർ ആക്ഷൻ സിനിമ തന്നെയാണ്. ഗോ വാച്ച്.